ഹായ് ഫ്രണ്ട്സ്, 3ാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകമാണിത്. ഇതിലെ 1ാമത്തെ യൂണിറ്റ് നമുക്ക് വായിക്കാം. എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആവാം. എൻ്റെ മലയാളം ഭാഷയെക്കുറിച്ചാണ്, നമ്മുടെ മലയാള ഭാഷയെക്കുറിച്ചാണ് പറയുന്നത്. കനകച്ചിലങ്ക, 1ാമത്തെ യൂണിറ്റിൻ്റെ പേര് കനകച്ചിലങ്ക, സ്വർണ്ണച്ചിലങ്ക എന്നാണ് അർത്ഥം. കനകം, സ്വർണം, കനകച്ചിലങ്ക, സ്വർണ്ണച്ചിലങ്ക. ചിലങ്ക എന്താണ്? നമ്മൾ നൃത്തം ചെയ്യുന്നവരുടെ കാലിൽ കെട്ടുന്ന ഒരു ആഭരണമാണ് ചിലങ്ക. അതിൽ നിറയെ മുത്തുകളുണ്ടാവും. അത് അവർ നൃത്തം ചെയ്യുമ്പോൾ അങ്ങനെ കിലുങ്ങിയിട്ട് അതിൻ്റെ ശബ്ദം കേൾക്കാൻ നല്ല രസമാണല്ലേ. അതുപോലെയുള്ള രസമുള്ളൊരു ഭാഷയാണ് നമ്മുടെ മലയാള ഭാഷ. കവിതകളും പാട്ടുകളും പഴഞ്ചൊല്ലുകളും നാടൻ പാട്ടുകളും ഇങ്ങനെ ഒരുപാട് നല്ല മുത്തുകളെപ്പോലെ കേൾക്കാൻ ഇമ്പമുള്ളതാണ് നമ്മുടെ മലയാള ഭാഷ. ഇപ്പം ഭാഷയെക്കുറിച്ച് നമുക്ക് 2 വരി കവിതയുണ്ട് ഇവിടെ. PT ഭാസ്കര പണിക്കരുടെ കവിതയിൽ നിന്നുള്ള 2 വരികളാണ്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. അമ്മ ചൊല്ലിത്തന്ന ഭാഷ മലയാള ഭാഷയാണ്. അമ്മ ചൊല്ലിത്തന്ന ഭാഷ ഞങ്ങൾക്കമ്മയെപ്പോലെ ഈ ഭാഷ. മലയാള ഭാഷ അമ്മയെപ്പോലെയാണ് എന്നാണ് പറയുന്നത്. കാക്കിരി പൂക്കിരി എന്ന കവിതയാണിത്. ഇതുകൊണ്ടാണ് ഇവിടെ തുടങ്ങുന്നത്. നമുക്കിത് കവിത ചൊല്ലി നോക്കാം. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പുകുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളീ നാവിനു സമ്മാനം. ആരായി എഴുതിയത്? രാമകൃഷ്ണൻ കുമരനെല്ലൂർ. അപ്പോൾ കാക്കിരി പൂക്കിരി എന്ന കവിതയാണ്. ഇതിൽ പറഞ്ഞിരിക്കുന്നത് മാങ്ങയെക്കുറിച്ചാണ്. തേന്മാവിൻ കൊമ്പത്തുള്ള മാങ്ങയെക്കുറിച്ചാണ് ഈ പറയുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ഒരുപാട് മാവുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? തേന്മാവ്, മൂവാണ്ടൻ മാവ്, ഒട്ടുമാവ്, ഇങ്ങനെ ഒരുപാട് പലവിധം മാവുകളുണ്ട്. ഓരോന്നിലും കിട്ടുന്ന മാങ്ങകൾക്ക് വ്യത്യസ്ത രുചിയാണ്. അപ്പോൾ ഇത് തേന്മാവാണ്. ഈ തേന്മാവിൻ്റെ കൊമ്പത്തെ മാങ്ങകളെ കുറിച്ചൊക്കെയാണ് ഈ കവിത പറയുന്നത്. കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താത്ത കൊമ്പാണ്. അപ്പോൾ അത് നല്ല വലിയ പ്രായമുള്ള മാവായിരിക്കും. ഉയരമുള്ള വലിയ മരമാണ്. അതിൻ്റെ ചില്ലയിലുള്ള മാങ്ങകളാണ്. കാക്കിരി പൂക്കിരി മാങ്ങകൾ അങ്ങനെ പഴുത്തു തൂങ്ങി കിടക്കുന്നുണ്ട്. എത്താത്ത കൊമ്പാണ്, ഉയരത്താണ്. കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു. പിള്ളേർക്കൊന്നും ഇത് കിട്ടുന്നില്ല, എത്താത്ത ഉയരത്താണല്ലോ. അപ്പോൾ അവർ ആർത്ത് വിളിക്കുകയാണ്. മാങ്ങ കണ്ടിട്ട് അവർക്ക് കിട്ടാൻ ആഗ്രഹമുണ്ട്, പക്ഷേ എത്തൂല. എങ്ങനെ പറിക്കാനെത്തൂല. കാക്കിരി പൂക്കിരി കാറ്റിൻ കൈകൾ കൊമ്പ് കുലുക്കുന്നു. അപ്പോഴാണ് കാറ്റിൻ്റെ കൈകൾ, ഇപ്പോൾ കാറ്റ് വീശിയപ്പോൾ കൊമ്പ് ഇങ്ങനെ ആടിയിട്ട് കൊമ്പ് കുലുങ്ങിയിട്ട് മാങ്ങകൾ വീഴുകയാണ്. കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു. അപ്പോൾ കാറ്റിൻ കൈകൾ കൊമ്പ് കുലുക്കി, അപ്പോൾ മാങ്ങകൾ താഴെ വീണു. കാക്കിരി പൂക്കിരി തേൻതുള്ളികൾ ഈ നാവിനു സമ്മാനം. തേന്മാവിൻ്റെ മാങ്ങകൾ നല്ല രുചിയാണ്, തേനിൻ്റെ രുചിയാണ്. അപ്പോൾ ഈ തേൻതുള്ളികൾ നാവിനു സമ്മാനം. അപ്പം അങ്ങനെ കുട്ടികൾക്ക് കഴിക്കാൻ കിട്ടുകയാണ്. അതാണ് ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടി വായിക്കാം, നമുക്ക് ചൊല്ലി നോക്കാം. കാക്കിരി പൂക്കിരി, കാക്കിരി പൂക്കിരി തേന്മാവിൻ്റെ എത്താ കൊമ്പത്ത്, കാക്കിരി പൂക്കിരി മാങ്ങകളങ്ങനെ പഴുത്തു തൂങ്ങുന്നു, കാക്കിരി പൂക്കിരി പിള്ളേരങ്ങനെ ആർത്തു വിളിക്കുന്നു, കാക്കിരി പൂക്കിരി കാറ്റിൻ കയ്യുകൾ കൊമ്പ് കുലുക്കുന്നു, കാക്കിരി പൂക്കിരി 4-5 നിലത്തു വീഴുന്നു, കാക്കിരി പൂക്കിരി തേൻതുള്ളികളീ നാവിനു സമ്മാനം.